ശിവശേഖ സ്തുതിയായിരിക്കട്ടെ. ആൻമരിയ പപ്രേഷ്യസ് കാലടി പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വിശദമായൊരു പഠന പരമ്പര തയ്യാറാക്കി നൽകുന്നതാണ്. സന്തോഷകരമായൊരു അറിയിപ്പ് അനുഭവമാണ്. പ്രിയപ്പെട്ട ലൂയിസ് പുല്ലൻ അദ്ദേഹത്തിൻ്റെ ആത്മീയ നിറവിൽ പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഉച്ചസ്ഥായിയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അങ്ങനെയാണല്ലോ പരിശുദ്ധ കുർബാനയെ നമുക്ക് നൽകുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രവും എല്ലാ ആത്മീയ അനുഭവങ്ങളുടെ ഉച്ചസ്ഥായി ആ അനുഭവത്തിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാന, ആ കുർബാനയെ അറിയുക, കുർബാന അനുഭവിക്കുക, നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. കർത്താവായ ഈശോ നമ്മെ എല്ലാം രക്ഷിച്ചത് കുർബാനയിലൂടെയാണ്. ബലി, ആ ബലിയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അടയാളങ്ങളും പ്രതീകങ്ങളും എല്ലാം വഴി ഈശോ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി ഇന്ന് നാം അർപ്പിക്കുകയാണ്, അവിടുത്തെ പ്രത്യാഗമനം വരെ. അപ്പോൾ ആ കുർബാന നന്നായി പഠിച്ച് അർത്ഥവും പ്രതീകങ്ങളുടെ ആ സമ്പന്നതയും ഒക്കെ ഗ്രഹിച്ച് ധ്യാനപൂർവ്വം പരിശുദ്ധ കുർബാനയിൽ നാം ബലി അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ആകമാനം പ്രകാശിപ്പിക്കാനിടയാകും. അപ്പം അങ്ങനെയാണ് കുർബാന നമുക്കൊരു പ്രകാശമായി മാറും. അത് വരും കാലങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനവും ഈ ലോക ജീവിതത്തിലെ നമ്മുടെ തീർത്ഥാടനത്തിലും നമുക്ക് ദൈവം തരുന്ന ഭക്ഷണവുമാണ്. ഇപ്പോൾ സ്വർഗീയ ഭക്ഷണമാണ്. സ്വർഗത്തിൽ പോകാൻ മറ്റൊന്നും നമുക്കില്ല. അത് പരിശുദ്ധ കുർബാനയും ദൈവത്തിൻ്റെ വചനവുമാണ്. അത് വഴിയായിട്ട് നമുക്ക് സ്വർഗീയ പ്രാപ്തി ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാൻ പ്രത്യേകമായിട്ട് അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ലൂയിസ് പുല്ലൻ, അദ്ദേഹത്തിൻ്റെ വലിയൊരു താല്പര്യം, ഒരു അൽമായ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹം പഠിച്ച് മറ്റുള്ള എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ തക്കവിധം വളരെ ഗഹനമായിട്ട് സാധിക്കുന്ന ഉറവിടങ്ങളിൽ നിന്നെല്ലാം അറിവുകളൊക്കെ കളക്ട് ചെയ്ത് മനോഹരമായിട്ടൊരു പഠന പരമ്പരയാണ് നമുക്കായി നൽകുന്നത്. സഭയ്ക്ക് ദൈവജനത്തിന് അനുഗ്രഹമാണ്. അദ്ദേഹത്തെ അനുമോദിക്കുകയും ദൈവം ഈ സംരംഭത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അനേകർക്ക് കൃപാവരത്തിൻ്റെ നിറവ് നൽകാനിടയാകുന്ന ജീവിതഗന്ധിയായ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം പ്രിയപ്പെട്ട ലൂയിസിനെയും അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തെയും അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ലൂയിസ് പുല്ലൻ. ഞാൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ മറ്റൂർ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവാംഗമാണ്. ഈ അതിരൂപതയിൽപ്പെട്ട നടുവട്ടം, തൃപ്പൂണിത്തറ എന്നീ ഇടവകളിൽ 13 വർഷം മതാധ്യാപകനായിരുന്നിട്ടും വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാതെയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. പരിശുദ്ധ കുർബാനയുടെ ഒരു തിയോളജി ഡിപ്ലോമ കോഴ്സിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് ഈ വിഷയത്തിൽ ഒരു അവബോധം വന്നത്. ഒരു ഗ്രന്ഥകർത്താവും മതാധ്യാപകനുമായിരുന്ന എനിക്ക് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനത്താലാണ് പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന പേരിലുള്ള ഒരു വീഡിയോ പരമ്പരയ്ക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുവാനായിട്ട് ഞാൻ ആരംഭിച്ചത്. കേരള കത്തോലിക്ക സഭയിലെ സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര എന്നീ 3 സഭകളിലെ കുർബാന ക്രമത്തിൻ്റെ പഠന പരമ്പരയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ 3 വർഷത്തെ പഠനകാലത്ത് കത്തോലിക്ക സഭയുടെ പൊതുവായും ഓരോ രൂപതകളും തയ്യാറാക്കിയ വിവിധ പുസ്തകങ്ങൾ, പ്രഗത്ഭരും പണ്ഡിതരുമായ ധാരാളം വൈദികരുടെയും പിതാക്കന്മാരുടെയും പുസ്തകങ്ങൾ വായിച്ചും 300-ലധികം വീഡിയോകൾ കണ്ടും സംഗ്രഹിച്ച് തയ്യാറാക്കിയതാണ് ഈ വീഡിയോ പരമ്പരയിൽ ചേർത്തിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുള്ള 20 എപ്പിസോഡുകളായിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഈ വീഡിയോ പരമ്പരയ്ക്ക് ആശംസ നൽകി അനുഗ്രഹിച്ച അഭിവന്ദ്യ മാർ ജേക്കബ് മുരിക്കൻ പിതാവിനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് ആവശ്യമായ തിരുത്തലുകൾക്കും ഭേദഗതികൾക്കും നിർദ്ദേശം നൽകിയ ലിറ്റർജി പണ്ഡിതരായ റവറൻ ഡോക്ടർ ബേബി കരിന്തോളിൽ, റവറൻ ഡോക്ടർ ഈനാശു വിൻസെൻ്റ് ചിറ്റിലപ്പള്ളി MCBS, റവറൻ ഡോക്ടർ മാത്യു കുംകൽ CST എന്നിവർക്കും ഇത്
പ്രസൻറ്റ് ചെയ്യുന്ന എൻ്റെ സഹധർമ്മിണി സുസിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ജീവൻ ബെന്നിക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരമ്പരയിലെ വീഡിയോകൾ മുഴുവൻ കണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാൻ താൽപ്പര്യപ്പെടുന്നു. ലോകത്തിലെ വിവിധ സഭകളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 3 റീത്തുകളിലെയും കുർബാനക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻമരിയ പബ്ലിഷേഴ്സ് ഏപ്രിൽ 1 മുതൽ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോകൾ സശ്രദ്ധം കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.